നവംബർ 12 വിശുദ്ധ ജോസഫാറ്റ്. 1580 ലിത്വാനിയയുടെ ഭാഗമായ വോൾഹീനിയ എന്ന സ്ഥലത്താണ് വിശുദ്ധ ജോസഫാറ്റ് ജനിച്ചത്. ജോൺ എന്നായിരുന്നു വിശുദ്ധന്റെ മാമോദീസ പേര്. രക്ഷേണ്ട സ്ഥാനത്തെക്കുറിച്ച് ചെറുപ്പത്തിൽ തന്നെ അറിവ് നേടി. വിശുദ്ധന്റെ ഹൃദയം ക്രൂശിത രൂപത്തിന്റെ വിശുദ്ധ ഭാഗത്തു നിന്നുള്ള അമ്പേറ്റ് മുറിപ്പെട്ടിട്ടുള്ളതായി പറയപ്പെടുന്നു. 1064 വിശുദ്ധ ബേസിൽ സ്ഥാപിച്ച സഭയിൽ ചേരുകയും ഒരു സന്യാസിയായ ആത്മീയ ജീവിതം നയിക്കുകയും ചെയ്തു. ശൈത്യകാലങ്ങളിൽ പോലും വിശുദ്ധൻ നഗ്നപാതനായിട്ടായിരുന്നു സഞ്ചരിച്ചിരുന്നത്. വീഞ്ഞും മാംസവും ഇദ്ദേഹം പൂർണ്ണമായി വർജിച്ചിരുന്നു. റഷ്യയിലെ വിലിനായിലുള്ള ആശ്രമത്തിൽ പരമാധികായി നിയമിതനാവുകയും 4 വർഷശേഷം മെത്രാപ്പോലിത്തയായി നിയമിതനാവുകയും ചെയ്തു. സഭയുടെ ഏകീകരണത്തിനായി വിശുദ്ധൻ അശ്രാന്തം പരിശ്രമിച്ചു. പാവപ്പെട്ടവരുടെ വലിയ സുഹൃത്തായിരുന്നു വിശുദ്ധൻ. ഒരു ആരാധനയ്ക്കിടെ വിശുദ്ധൻ തന്റെ ആസന്നമായ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കൾ വിശുദ്ധൻ താമസിക്കുന്ന വസതിയിൽ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ സഹചാരികളെ വധിക്കുകയും ചെയ്തു. എന്നോടെന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഇതാ ഞാനിവിടെ നിൽക്കുന്നു. ഉടനെ തന്നെ ശത്രുക്കൾ വാളും തോക്കുമായി വിശുദ്ധനെ ആക്രമിച്ചു വധിച്ചു. അദ്ദേഹത്തിന്റെ ശരീരം അവർ നദിയിലേക്ക് എറിഞ്ഞെങ്കിലും പ്രകാശരശ്മികളാൽ വലയം ചെയ്ത രീതിയിൽ വെള്ളത്തിന് മീതെ പൊങ്ങി വരികയും തിരിച്ച് എടുക്കപ്പെടുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഘാതകരെ മരണശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അവർ തങ്ങളുടെ തെറ്റിൽ പശ്ചാത്തപിക്കുകയും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചതായും പറയപ്പെടുന്നു.